ഗുഡ് മോർണിംഗ് ഓൾ. അപ്പം ഞാനിവിടെ പറയുന്നത് ED01 എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിലെ യൂണിറ്റ് 2 ആണ് എഡ്യൂക്കേഷൻ ആൻഡ് കണ്ടംപററി ഇന്ത്യ എന്ന് പറയുന്നത്. അതിലൊരു ടോപ്പിക്കാണ് നാച്ചർ ഓഫ് എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്രോസസ് ആണെന്നും അതുവഴി നോളേജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, വാല്യൂസ് ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാന്ന് പറയുന്നു. അപ്പൊ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസും വഴി അതേപോലെ തന്നെ അക്കാഡമിക്കും വഴിയും എന്താ വെച്ച് ചെയ്യാം, ഡെവലപ്പ് ചെയ്തിട്ട് എടുക്കാം. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ പേഴ്സണലും ആണ്, അതേപോലെ സോഷ്യലി ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് എഡ്യൂക്കേഷൻ വഴി ഉണ്ട്. പിന്നെ ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അതായത് സൈക്കോളജിക്കലി, സോഷ്യോളജി, ഫിലോസഫി, ഹിസ്റ്ററി ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ഈ എഡ്യൂക്കേഷൻ ഫീൽഡ് നിൽക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ. അപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണെന്നാണ് ചോദിക്കുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണെന്നും അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയാണ്. ടീച്ചിങ്ങും അതേപോലെ ലേണിംഗിന്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയാണ്. പിന്നെ ഹ്യൂമന്റെ, നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമന്റെ ഗ്രോത്തും സോഷ്യലിന്റെ ഗ്രോത്തിനും ഇതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രോസസ്സും പർപ്പസസും അതേപോലെ ഒരു മെത്തേഡും കൂടി ആണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ പ്രോസസ് ആണെന്നാണ് പറയുന്നത്. അതിൽ 3 പോൾസ് ഉണ്ട്: ടീച്ചർ, ചൈൽഡ്, സൊസൈറ്റി. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ പ്രോസസ് ആണെന്നും അതിൽ 3 പോൾസ് ഉണ്ട്. അതാണ് ടീച്ചർ, ചൈൽഡ്, സൊസൈറ്റി എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രോസസ്, സിസ്റ്റമാറ്റിക് സ്റ്റഡി. എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അതൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ബോഡി ഓഫ് നോളേജ് ആണ്. സയന്റിഫിക് മെത്തേഡും അതേപോലെ റിസർച്ച് മെത്തേഡും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ബേസ് ചെയ്തിട്ടാണ് എഡ്യൂക്കേഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്, റിഫ്ലക്ടിങ് അതിനൊക്കെ എൻകറേജിങ് ചെയ്യുന്നുണ്ട്. തിയറിയും ഉണ്ട്, അതേപോലെ പ്രാക്ടിക്കൽ വൈസും നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഇന്റർ ഡിസിപ്ലിനറി ഒരു നാച്ചർ കൂടിയുണ്ട് ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിനറി നാച്ചർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മറ്റ് ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്നുണ്ട്. അതാണ് ഫിലോസഫി, സൈക്കോളജി, സോഷ്യോളജി, എക്കണോമിക്സ്, ഹിസ്റ്ററി. ഇത് കുറച്ച് തന്നെ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. അതിലെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫിലോസഫി, അതായത് സൈക്കോളജി, സോഷ്യോളജി, എക്കണോമിക്, ഹിസ്റ്ററി ഈ ഒരു ഡിഫറെന്റ് ബ്രാഞ്ചസുമായിട്ടും എഡ്യൂക്കേഷൻ ലിങ്ക് ചെയ്ത് കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സിഗ്നിഫിക്കൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ. ഒരു ഡിസിപ്ലിൻ ഇത്തരം കാരണം എന്താണെന്നാണ്, സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് എഡ്യൂക്കേഷൻ പ്രോബ്ലംസ് സയന്റിഫിക്കലി ഒരു എഡ്യൂക്കേഷൻ പ്രോബ്ലത്തിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ടീച്ചിങ് ലേണിംഗ് ഇൻക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള സിറ്റിസൺ ആയിട്ട് ബിൽഡ് ചെയ്യാനും ഒരു എഡ്യൂക്കേഷൻ ഫീൽഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡെവലപ്സ് എഫക്റ്റീവ് എഡ്യൂക്കേഷൻ പോളിസി പ്രാക്ടീസ്, അതുപോലെ പ്രൊമോട്ട് പ്രൊഫഷണലിസം അമംഗ് ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന്റെ ഒരു പ്രൊഫഷണലിസം പ്രൊമോട്ടിങ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് വരുന്നത്. അത് നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. കൺസെപ്റ്റ്, എയിം, കൺസെപ്റ്റ്സ് ഓഫ് എഡ്യൂക്കേഷൻസ് ഒക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ക്രിട്ടിക്കലി അനലറ്റിക്കൽ ആൻഡ് റിഫ്ലക്റ്റീവ് സ്കിൽസ് അതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു. ക്രിട്ടിക്കലും അനലറ്റിക്കലും റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള സ്കിൽസുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷനും ഒരു സൊസൈറ്റിയും തമ്മിലുണ്ടാകുന്ന ആ റിലേഷനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ലേണിംഗ് പ്രോസസ്സും അതേപോലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ വഴി ചെയ്യാൻ പറ്റുന്നുണ്ട്, നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? അതായത് അവിടെ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഒരു പ്രൊഫഷണൽ ഒരു ഗ്രോത്തും കൂടിയാണ്. അതേപോലെ ഇൻക്ലൂസീവ്, അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ പ്രൊവൈഡിങ് ചെയ്യുന്ന ഒരു ഒരു ഇതാണ്. പിന്നെ ടീച്ചേഴ്സിന്റെ ഒരു കരിക്കുലം പ്ലാൻ എന്ന് പറയുന്നത് എഫക്റ്റീവ്ലി നമുക്ക് ഹെൽപ്പിംഗ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ ഒരു എഡ്യൂക്കേഷന്റെ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് ഇംപ്ലിക്കേറ്റിംഗ് എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ ആയിട്ട്, എഡ്യൂക്കേഷൻ ഒരു ഡിസിപ്ലിൻ ആയിട്ട് റോൾ, ടീച്ചേഴ്സിന്റെ റോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇതേപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്, സിറ്റിസൺഷിപ്സ്, വാല്യൂസിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ആക്റ്റീവായിട്ടും അതേപോലെ പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ആണ് എൻകറേജിങ് ചെയ്യുന്നത്. പോലെ നേരത്തെ പറഞ്ഞ ഇന്റർ ഡിസിപ്ലിനറി, അതായത് വേറൊരു സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ തന്നെ നമുക്ക് പഠിക്കാൻ ടീച്ചേഴ്സിന്റെ ഒരു റോൾ ഉണ്ട്.
എഡ്യൂക്കേഷൻ ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്നും ഡൈനാമിക് ആൻഡ് സോഷ്യൽ ആണെന്നും പറയുന്നു. അത് ഗ്രേറ്റ് സോഷ്യൽ എഫിഷ്യൻസി ആണ്, മോറൽ ആണ്, ഇൻഡിവിജ്വലി ഇന്റലിജൻസ് ആയിട്ടായിരിക്കും. പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ്, ഹ്യൂമനും സോഷ്യലും തമ്മിലുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് ഈ എഡ്യൂക്കേഷൻ ഹാസ് എ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കൊണ്ട് ഉണ്ടാവുന്നത്. ഇനി എഡ്യൂക്കേഷൻ ആസ് എ ഡിസിപ്ലിൻ ഡിസ്ക്രൈബ്ഡ് ആസ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ collection of fact, branch of knowledge systematically, a set of social experiences, casual experiences, a moral teaching method. ഇതില് ബി ആസ് സ്റ്റഡിഡ് സിസ്റ്റമാറ്റിക്കലി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. Following subject is closely linked with education as discipline. Astronomy, economic, botany, geology ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Interdisciplinary nature of education means ignore other subjects, combines knowledge from many fields, works only with science subject, focus only teaching skills. The interdisciplinary nature of education means it combines knowledge from many fields. Fourth question, which of the following is the characteristics of education as discipline? Based only a practical work, lack theoretical background, based on scientific methods and research, ignore learners' needs. Answer scientific methods and research. Question, philosophy contributes to education by providing technical tools, giving educational goals and values, measuring intelligence, teaching classroom discipline, and educational goals and values. The following best describe the role of teachers in a disciplinary approach to education. So, observer, authority figure only, reflective practitioner and facilitator, knowledge memorize, answer and facilitator. Seventh question, which of the following is not significance of education as a discipline? Promoting professionalism, improving teaching learning quality, strengthening supervision, and developing effective educational policy and supervision. Eighth question, education helps in the holistic developments of the only physical growth, only cognitive ability, physical, emotional, social, and intellectual aspects, and none of above. Emotional, social, and intellectual aspects എന്നുള്ളതാണ് answer. Question, which kinds of knowledge helps to understand learners' behavior and learning process? Psychology, philosophy, sociology, economics. Answer വരുന്നത് dissertation reason type ആണ്. Education is an interdisciplinary field എന്നുള്ളതാണ്. And it integrates knowledge from philosophy, psychology, sociology, and other disciplines. അപ്പൊ അതിൽ വരുന്നത് are true and R is the correct explanation of A എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു.